Now, next topic is enzymes. എൻസൈംസിൻ്റെ മലയാളം രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ തന്നെ പറയും. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് കേപ്പബിൾ ഓഫ് പ്രൊമോട്ടിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ലിവിങ് സിസ്റ്റം. അതായത് ഒരു ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ, ബയോ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് തുടങ്ങാൻ മാത്രമുള്ള സ്പീഡ് കൂട്ടാനും കൂടി ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗപ്പെടുന്നു. എവിടെ? ലിവിങ് സിസ്റ്റത്തിൽ മാത്രം. മനസ്സിലായി? അപ്പോൾ ജീവനുള്ളൊരു കോശത്തിൽ മാത്രമേ ഈ എൻസൈംസ് എന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റ് പ്രവർത്തിക്കുള്ളൂ. They speed up different biochemical reactions but remain unchanged at the end of the reactions. അപ്പോൾ ഫങ്ഷൻ എന്താ? കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ. പക്ഷേ ആദ്യം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവസാനം കെമിക്കൽ റിയാക്ഷൻസ് എൻഡ് ചെയ്യുമ്പോഴും അവസാനിക്കുമ്പോഴും എൻസൈംസ് അതിൻ്റെ സ്ട്രക്ചർ അതേപോലെ നിലനിർത്തുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനും ഷേപ്പിനും അതിൻ്റെ ബയോകെമിക്കൽ നേച്ചറിനും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ആദ്യം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോഴും ഉണ്ടാകുന്നു. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ്. ഇത് സ്ഥിരമായിട്ട് 2 മാർക്കിനെ ചോദിക്കാറുള്ള ചോദ്യമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ് അല്ലേ? സാധാരണ ക്വാട്ടേണറി സ്ട്രക്ചറാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. പക്ഷേ എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് അല്ല. നമുക്കറിയാം, നമുക്ക് പലതരം പ്രോട്ടീൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവരുടെ ഫങ്ഷൻസും എന്താണ്, ഡിഫെൻസീവ് മോളിക്യൂൾസ് ആയിട്ട്, ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് ആയിട്ട്, പിന്നെ എൻസൈമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലതരം പ്രോട്ടീൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് ആണോ? അല്ല. പക്ഷേ എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണോ? അതെ. എൻസൈംസിനെ ആരാ കോഡ് ചെയ്യണ? DNA. Some nucleic acids behave like enzymes. They are called ribozymes. കണ്ടോ? അപ്പോൾ ചില ന്യൂക്ലിയിക് ആസിഡ്സും എൻസൈംസ് പോലെ പ്രവർത്തിക്കുന്നു. ആ എൻസൈംസിനെ പറയുന്ന പേരാണ് റൈബോസൈംസ്. ഏതൊക്കെയാണോ ശരിക്കും? RNAസും DNAസും. അത് നമുക്ക് 4th ചാപ്റ്ററിൽ നമ്മൾ +2 പഠിക്കാൻ പോകുന്നുണ്ട്, തുടങ്ങാൻ പോകണു. അപ്പോൾ ചില ന്യൂക്ലിക് ആസിഡ്സ് എൻസൈംസ് ആയി പ്രവർത്തിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് DNAs. DNA. അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഇല്ലേ, അത് ASE, ഏസ് എന്ന് കൂടി ചേർത്തു. അപ്പോൾ DNAസും RNAസുമാണ് ന്യൂക്ലിക് ആസിഡ്സ് ബിഹേവിങ് ലൈക്ക് എൻസൈംസ്. അവരെ പൊതുവെ പറയുന്ന പേരാണ് റൈബോസൈംസ്. അപ്പോൾ an enzyme has a primary, secondary, tertiary structure like any protein molecule. ഒരു എൻസൈം അപ്പോൾ പ്രോട്ടീൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞുവല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എൻസൈമിന് പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയും ക്വാട്ടേണറി സ്ട്രക്ചേഴ്സ് എല്ലാം കാണാം. ഇനി ദ ടെർഷറി സ്ട്രക്ചർ ഓഫ് ദ എൻസൈം കൺസിസ്റ്റ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ്. അപ്പോൾ എൻസൈമിന് ടെർഷറി സ്ട്രക്ചർ ആണെങ്കിൽ അതിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാകുന്നു. ടെർഷറി സ്ട്രക്ചർ ഓഫ് എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാകുന്നു. ആൻ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻ എൻസൈം ഈസ് എ ക്രെവിസ് ഓർ പോക്കറ്റ് ഇൻ ടു വിച്ച് ദ സബ്സ്ട്രേറ്റ് ഫിറ്റ്സ്. അപ്പം നമ്മുടെ എൻസൈമിൻ്റെ ഒരു ഭാഗമാണ് ആക്റ്റീവ് സൈറ്റ്. ടെർഷറി സ്ട്രക്ചറിലാണ് ഈ ആക്റ്റീവ് സൈറ്റ് കാണുക. ഇനി ഈ ആക്റ്റീവ് സൈറ്റിന് എന്താ പറയുക? അതൊരു ക്രെവിസ് ആണ്, അല്ലെങ്കിൽ ഒരു പോക്കറ്റാണ്. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? അതായത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു കുഴി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പൗച്ച്, ഒരു സഞ്ചി പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ഫിറ്റ് ചെയ്യും? സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സബ്സ്റ്റൻസിൻ്റെ പുറത്താണോ ഒരു എൻസൈം പ്രവർത്തിക്കുന്നത്, ഓക്കെ, ഏത് സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കെമിക്കൽ, ഏത് കോമ്പൗണ്ടിൻ്റെ പുറത്താണോ ഒരു എൻസൈം പ്രവർത്തിക്കുന്നത്, ആക്ട് ചെയ്യണത്, ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഈ എൻസൈമിൻ്റെ ടെർഷറി സ്ട്രക്ചറിൽ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ക്രെവിസ് അല്ലെങ്കിൽ ഒരു പോക്കറ്റാണ്. ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ സബ്സ്ട്രേറ്റ് വന്ന് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. അപ്പോൾ കറക്റ്റായി ഫിറ്റ് ആവാത്ത സബ്സ്ട്രേറ്റിൻ്റെ പുറത്ത് എൻസൈം ആക്ടിവേറ്റ് ആവില്ല. എൻസൈം ആക്ടിവേറ്റ് ആവണമെങ്കിൽ കറക്റ്റ് സ്ട്രക്ചർ, ബോണ്ടിങ്, ഷേപ്പ് കറക്റ്റായിട്ടുള്ള ഫിറ്റായിട്ടുള്ള സബ്സ്ട്രേറ്റ് മാത്രമേ ഈ എൻസൈമിനെ ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. തെർമൽ സ്റ്റെബിലിറ്റി
is an important quality of enzymes isolated from thermophilic organisms. ഇതും ഒരു മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെർമൽ സ്റ്റെബിലിറ്റി എന്നതിൽ ആരിലേക്കാണ് എന്താണ് ആ പ്രോപ്പർട്ടി എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ തെർമോഫിലിക് ഓർഗാനിസംസ്, തെർമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. തെർമോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹീറ്റ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫിലിക് എന്ന് പറഞ്ഞാൽ റിപ്പൾസിങ്, അതായത് അട്രാക്റ്റ് ചെയ്യാത്തത്. ദേ ആർ റിപ്പൾസീവ്, അതായത് ദേ ഡു നോട്ട് റെസ്പോണ്ട്, അല്ലെങ്കിൽ അവരെ ബാധിക്കില്ല. ഇപ്പോൾ തെർമോഫിലിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓർഗാനിസംസിന് ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്ര കൂടിയാലും പ്രശ്നമല്ല, അതിവരെ ബാധിക്കില്ല. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു തരം ബാക്ടീരിയ ഹോട്ട് സ്പ്രിങ്സിൽ കാണാറുണ്ട്. അപ്പോൾ തെർമോഫിലിക് ബാക്ടീരിയ ആണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റിയാണ് ഈ തെർമോഫിലിക് ഓർഗാനിസംസിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്, തെർമൽ സ്റ്റെബിലിറ്റി. ഈ തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ടെമ്പറേച്ചർ കൂടിയാലും എൻസൈംസ് നശിച്ചു പോവില്ല. സാധാരണ കേസിൽ എൻസൈം ഒരു പ്രോട്ടീൻ ആയ കാരണം ഹീറ്റ് കൂടുന്തോറും അതിൻ്റെ സ്ട്രക്ചേഴ്സ് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അവസാനം അത് ഹാർഡാവും, ഇല്ലാതാവും, നശിച്ചു പോവും എൻസൈം. ഓക്കെ, ഇറ്റ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ്. പക്ഷേ ഈ തെർമോഫിലിക് ഓർഗാനിസംസ്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയാണ്, തെർമോഫിലിക് ബാക്ടീരിയയിൽ നിന്ന് ഈ എൻസൈംസിനെ ഐസൊലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ, എത്ര തന്നെ എത്രമാത്രം ടെമ്പറേച്ചർ കൂട്ടിയാലും ഈ എൻസൈംസിൻ്റെ പ്രവർത്തനത്തിന് ആ താപനില, ആ ഒരു ടെമ്പറേച്ചർ ഒരു എഫക്റ്റും വരുത്തുന്നില്ല. അപ്പം അങ്ങനെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇനി എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ഓർഗാനിസംസ് ലിവ് ഇൻ ഹോട്ട് വെൻസ് ആൻഡ് സൾഫർ സ്പ്രിങ്സ്. അപ്പോൾ ഹോട്ട് സ്പ്രിങ്സിലും സൾഫർ സ്പ്രിങ്സിലും ഒക്കെ കാണുന്ന യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലൊരു പാർക്കുണ്ട്. അവിടെയാണ് ഹോട്ട് സ്പ്രിങ്സ് ഉള്ളത് കേട്ടോ, യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഓഫ് അമേരിക്ക. അപ്പോൾ നോക്കാം, ഈ ഹോട്ട് വെൻസിലും ഹോട്ട് വെൻസ് എന്ന് പറഞ്ഞാൽ നീരൊഴുക്കുക പറയില്ല, അതിന് തന്നെ വെൻസ് എന്ന് പറയും. അപ്പോൾ ഹോട്ട് വെൻസിലും സൾഫർ സ്പ്രിങ്സിലുമാണ് ഈ തെർമോഫിലിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ സാധാരണ ബാക്ടീരിയ കാണാറുള്ളത്. ഇവർക്ക് എന്താണ്, എത്ര ടെമ്പറേച്ചർ എത്ര കൂടിയ, ദാറ്റ് ഈസ് 80 to 90 ഡിഗ്രി സെൽഷ്യസ്, അതായത് വെള്ളം തിളയ്ക്കാറായ സ്റ്റേജ് അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചറിലും അവർക്ക് ആ കാറ്റാലിറ്റിക് പവർ അവർ റീറ്റെയിൻ ചെയ്യുന്നു, എൻസൈംസ് സ്റ്റേബിളായിരിക്കുന്നു. ദാറ്റ് ഈസ് അവരുടെ പ്രവർത്തനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇനി കാറ്റലിസ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണത്. കാറ്റലിസ്റ്റിൻ്റെ മലയാളം ത്വരിതകങ്ങൾ, കാറ്റലിസ്റ്റ്. ഇനി നമുക്ക് നോക്കാം. ദേ ആർ സ്മോൾ മോളിക്യൂൾസ് ഓർ സിമ്പിൾ മിനറൽ അയോൺസ് വിച്ച് കാറ്റലൈസ് പ്രൊമോട്ട് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു എൻസൈം ഒരു ബയോ കാറ്റലിസ്റ്റ് ആണല്ലേ. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ മിനറൽ അയോൺസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ആണ് catalysts. Both organic substances and inorganic substances can function as catalyst. അപ്പോൾ കാറ്റലിസ്റ്റായി ആർക്കൊക്കെ പ്രവർത്തിക്കാം? ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ, CHO കോമ്പൗണ്ട്സ്, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കോമ്പൗണ്ടുകൾ. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ, നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ, ദാറ്റ് ഈസ് ഇനോർഗാനിക് എലമെൻറ്റ്സ് ഉള്ള കോമ്പൗണ്ടുകൾ. ഓക്കെ, അപ്പോൾ ഓർഗാനിക്കും ഇനോർഗാനിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കെമിക്കൽസിന് എന്തായി പ്രവർത്തിക്കാം? കാറ്റലിസ്റ്റായി പ്രവർത്തിക്കാം. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ഫങ്ഷൻ എന്താ? കെമിക്കൽ റിയാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, കാറ്റലൈസ് ചെയ്യുക, സ്പീഡപ്പ് ചെയ്യുക. അപ്പോൾ കാറ്റലിസ്റ്റ് സാധാരണ എന്താണ്? ചെറിയ മോളിക്യൂൾസ് ആണ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള മിനറൽ അയോൺസ് ആണ്. Inorganic catalysts function efficiently at high temperature and pressure, but enzymes become damaged at high temperature about 40 degrees Celsius. അപ്പോൾ ഇത് സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, 3 മാർക്കിൻ്റെ ചോദ്യം. എൻസൈംസും കാറ്റലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതേമാതിരി ബോക്സിലാക്കി തന്നെ എഴുതണം. എക്സ്പ്ലനേറ്ററി ആയിട്ട് എഴുതിയാൽ മാർക്ക് കുറയ്ക്കും. ഇതേമാതിരി എന്തെങ്കിലും കമ്പാരിറ്റീവ് സ്റ്റഡി ചോദിച്ചാൽ തീർച്ചയായിട്ടും 2 കോളം ഇടുക, എഴുതുക. അപ്പോൾ നോക്കാം. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻസ് അല്ലാത്ത കോമ്പൗണ്ടുകൾ അല്ലാത്തത്.
അപ്പോൾ ഈ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എത്ര ടെമ്പറേച്ചർ കൂട്ടിയാലും പ്രശ്നമില്ല. ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എഫിഷ്യൻ്റായിട്ട് ഇനോർഗാനിക് കാറ്റലിസ്റ്റ് പ്രവർത്തിക്കും. പക്ഷേ എൻസൈംസോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 40 ഡിഗ്രി, 37 അല്ലേ? അപ്പോൾ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ഈ എൻസൈംസിന് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. ബട്ട് എബവ് 40 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ എൻസൈംസിൻ്റെ പ്രവർത്തനം സ്ലോ ഡൗൺ ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അങ്ങനെ എൻസൈംസ് ഇല്ലാതാകുന്നു. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ കാറ്റലിസ്റ്റ് ആൻഡ് എൻസൈംസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥിരമായി 3 മാർക്കിൻ്റെ ചോദിക്കാറുള്ള ചോദ്യം. ഓർഗാനിക് കാറ്റലിസ്റ്റ്, ആദ്യം ഞാൻ ഒരു ബോക്സ് വായിക്കാം, എന്നിട്ട് മറ്റേ കോളം വായിക്കാം. ഓർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽ അയോൺസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ആണ്. ദേ ക്യാൻ ആക്ച്വലി ഇത് ഓർഗാനിക് കാറ്റലിസ്റ്റ് എന്നല്ല, ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. ഇനോർഗാനിക് INORGANIC, അപ്പോൾ അതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ തെറ്റ് തിരുത്തണം. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്നാണ് കേട്ടോ. ഇനോർഗാനിക് അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കോമ്പൗണ്ടുകൾ അല്ലാത്തത്. ഇനോർഗാനിക് കാറ്റലിസ്റ്റും എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കാറ്റലിസ്റ്റാണ്. അപ്പോൾ ഓർമ്മ വേണം. ഇനോർഗാനിക് കാറ്റലിസ്റ്റ്, ദേ ആർ മിനറൽ അയോൺസ് ഓർ ഓവറോൾ ഓർ സ്മോൾ മോളിക്യൂൾസ്. They can promote diverse reaction, not regulated by any regulator molecules, less sensitive to temperature and pH, not synthesized in living cells. അപ്പോൾ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ സ്മോൾ സിമ്പിൾ മിനറൽ അയോൺസ് ആണ്. ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിർമ്മിക്കുന്നില്ല, പലതരം റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നു. പിന്നെ ടെമ്പറേച്ചറും pHഉം പ്രഷറും എത്ര കൂടിയാലും പ്രശ്നമില്ല, എത്ര കുറഞ്ഞാലും പ്രശ്നമില്ല. അത് അവരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അത് ഈ ഇനോർഗാനിക് കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോട്ട് റെഗുലേറ്റഡ്, ദാറ്റ് ഈസ് ഒരു റെഗുലേറ്റർ മോളിക്യൂൾസിൻ്റെ ആവശ്യവും ഇതിനില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഓർഗാനിക് കാറ്റലിസ്റ്റ്. ഇനി അടുത്ത് നോക്കാം എൻസൈംസ്. They are globular proteins. They can promote of specific reaction regulated by specific molecules, more sensitive to temperature and pH, synthesized in living cells. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. അതായത് ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ സ്ട്രക്ചർ, അതുകൊണ്ടാണ് ഗ്ലോബുലാർ. ദാറ്റ് ഈസ് ഗ്ലോബുലാർ പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്ലോബുലാർ പ്രോട്ടീൻസ് പറഞ്ഞാൽ എന്താ? ക്വാട്ടേണറി സ്ട്രക്ചർ അല്ലെങ്കിൽ ടെർഷറി സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. മറ്റേ മാതിരി ഇനോർഗാനിക് കാറ്റലിസ്റ്റ് മാതിരി എല്ലാതരം റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ എൻസൈം ഓരോ സ്പെസിഫിക്, അല്ലെങ്കിൽ ഒരു എൻസൈം ഒരു റിയാക്ഷന് മാത്രമേ കാറ്റലൈസ് ചെയ്യുന്നുള്ളൂ. സെയിം എൻസൈം വേറൊരു റിയാക്ഷനിനെ കാറ്റലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, വൺ എൻസൈം വൺ റിയാക്ഷൻ. ഇനി ഈ എൻസൈംസിനെ റെഗുലേറ്റ് ചെയ്യാൻ ചില മോളിക്യൂൾസ് ആവശ്യമാണ്. ദെൻ ടെമ്പറേച്ചറും പ്രഷറും 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ അതിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു, നശിച്ചു പോകുന്നു. ദെൻ അതേമാതിരി കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. കുറഞ്ഞാൽ എൻസൈംസ് നശിച്ചു പോയില്ല, തൽക്കാലത്തേക്ക് ഡീആക്ടിവേറ്റഡ് ആയിപ്പോവും, പ്രവർത്തിക്കില്ല. ദെൻ സിന്തസൈസ്ഡ് ഇൻ ലിവിങ് സെൽസ്, അതായത് ജീവനുള്ള കോശങ്ങളിൽ മാത്രമാണ് ഈ എൻസൈംസ് ഉൽപ്പാദിപ്പിക്കുന്നതും ആൻഡ് പ്രവർത്തിക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കെമിക്കൽ റിയാക്ഷൻസ്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. രാസപ്രവർത്തനങ്ങൾ. കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ 2 types of changes. അപ്പോൾ കെമിക്കൽ കോമ്പൗണ്ടുകൾ 2 തരത്തിലുള്ള മാറ്റങ്ങൾ, രൂപമാറ്റങ്ങളാണ് സംഭവിക്കാറുള്ളത്. ഒന്ന് ഫിസിക്കൽ ചേഞ്ച്, ഒന്ന് കെമിക്കൽ ചേഞ്ച് അല്ലേ. ഒന്ന് രൂപത്തിൽ മാത്രമല്ല, ബോണ്ടിങ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ മാറും. അതാണ് കെമിക്കൽ ചേഞ്ച്. ഇനി നോക്കാം ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം. ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വിതൗട്ട് ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ്. ഇപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ബോണ്ട് മേക്കിങ്ങോ ബോണ്ട് ബ്രേക്കിങ്ങോ ഉണ്ടാവില്ല, പക്ഷേ ഷേപ്പിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാഷ്യസ്, ലിക്വിഡ്, സോളിഡ് അല്ലേ. ഈ 3 സ്റ്റേറ്റ്, 5 സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ വെപ്പ്. ബട്ട് സ്റ്റിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ സ്റ്റേറ്റിലോ ഷേപ്പിലോ
ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിൽ എന്താണ് ബോണ്ട് മേക്കിങ്ങോ ബ്രേക്കിങ്ങോ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ചിനെ പറയുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്. എക്സാമ്പിൾ എന്താണ്? വാട്ടർ തന്നെയാണ് അല്ലേ. വാട്ടർ ഐസായി മാറാം, വാട്ടർ ആവിയായി മാറാം. അതെങ്ങനെയാണ്? ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടോ? അല്ലേ. ബോണ്ട് ബ്രേക്കിങ്ങോ മേക്കിങ്ങോ ഉണ്ടാകുന്നില്ല, സെയിം ബോണ്ടിങ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫിസിക്കൽ ചേഞ്ചിന്. അടുത്തത് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം. ഇതിലെന്താണ്? ഇതിൽ പുതിയ ബോണ്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. കെമിക്കൽ ചേഞ്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സം പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചിങ്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസ് എഗെയിൻ 2 ടൈപ്പായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാ? ഒന്ന് ഇനോർഗാനിക്, ഒന്ന് ഓർഗാനിക്. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാകുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ നോക്കാം. ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞു. എക്സാമ്പിൾ ബേരിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് സൾഫ്യൂറിക് ആസിഡ് എന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും അല്ലേ. ബേരിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ. കണ്ടോ? അപ്പോൾ ബേരിയം ഹൈഡ്രോക്സൈഡിന് അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടായി. ഹൈഡ്രജൻ സൾഫ്യൂറിക് ആസിഡിൽ നിന്ന് ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടായി. എന്നിട്ട് പുതിയ ബോണ്ട് ഫോം ചെയ്തു അല്ലേ. അതായത് ബേരിയം സൾഫേറ്റ് അയോണും രണ്ടും കൂടി ബോണ്ട് ഫോം ചെയ്തു. അതേമാതിരി ഇവിടെ ഹൈഡ്രജനും ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പും അത് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. കണ്ടോ? അപ്പോൾ ഇവിടെ എന്തായി? ഇനോർഗാനിക് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് തമ്മിലാണ് റിയാക്ഷൻ ഉണ്ടായത്. അപ്പോൾ ബേരിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ. ഇനി അടുത്ത് നോക്കാം ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. എക്സാമ്പിൾ എന്താ? സ്റ്റാർച്ചസ് ഹൈഡ്രോലൈസ്ഡ് ഇൻ ടു ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് എന്തായി മാറുന്നു? ഗ്ലൂക്കോസായി മാറുന്നു. അതൊരു ഹൈഡ്രേഷൻ റിയാക്ഷനാണ്. ദാറ്റ് ഈസ് വാട്ടറിൻ്റെ ഇൻഫ്ലുവൻസ്, വാട്ടർ ഉണ്ടെങ്കിലാണ് ഈ സ്റ്റാർച്ച് എന്താണത് ഗ്ലൂക്കോസായി മാറുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങളാണ്. ദ റേറ്റ് ഓഫ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അതായത് റേറ്റ് ഓഫ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെർ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, അല്ലെങ്കിൽ പെർ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണക്കാക്കുക. പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് ആവാം, പെർ അവർ ആവാം, പെർ ഡേ ആവാം, വാട്ട് എവർ മേ ബി. ആൻഡ് ഡെൽറ്റ പി നോക്കാം. ദ റേറ്റ് ഓഫ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം അളവിലാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആ കെമിക്കൽ ഈക്വേഷൻ നോക്കി. റേറ്റ് ഓഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫിസിക്കലോ കെമിക്കലോ ആയിക്കോട്ടെ, ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്നാണ് കാണിക്കണത് അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഡക്റ്റ്, ആക്ച്വലി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് എന്താണ്? ചേഞ്ച് ഇൻ ദ ടൈം. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ടൈം ബൈ എൻഡിങ് ടൈം, അങ്ങനെ മൈനസ് ഒക്കെ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. ഹിയർ ഡെൽറ്റ പി ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ time. If the direction of the process is specified, the rate can be called as velocity. That is direction എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയുന്നത് അഥവാ ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫോർവേഡ് റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റിനെ എന്ത് പറയും? വെലോസിറ്റി എന്ന് പറയും. ഇനി ഈ റേറ്റിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ റേറ്റ് എങ്ങനെയൊക്കെ മാറാം? ടെമ്പറേച്ചറോ പ്രഷറോ pHോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാം. ഓക്കെ,
അതുമാത്രമല്ല സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ടും. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റ് എങ്ങനെ ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണം മാറാം? ടെമ്പറേച്ചർ, പ്രഷർ, pH, എക്സെട്ര. ഇനി അടുത്ത പോയിന്റ്, കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് പ്രൊസീഡ് അറ്റ് ഹയർ റേറ്റ്സ് ദാൻ ദാറ്റ് ഓഫ് അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻസ്. അപ്പം ഞാൻ പറഞ്ഞു കാറ്റലൈസിങ് അല്ലെങ്കിൽ എൻസൈംസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. അപ്പോൾ എൻസൈംസ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഇല്ലാത്തൊരു റിയാക്ഷൻ സ്ലോ ആയിരിക്കും, കാറ്റലിസ്റ്റ് ഉള്ള ഒരു റിയാക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തരും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെൻ്റാണിത്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. ഇത് നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബോണിക് ആസിഡ്. ആൻഡ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബോണിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. അപ്പോൾ ഈ എൻസൈം ഇല്ലാത്ത അവസ്ഥയിൽ ഈ റിയാക്ഷൻ വളരെ വളരെ സ്ലോ ആണ്. കാരണം 1 മണിക്കൂറിൽ വെറും 200 മോളിക്യൂൾസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം ഉൾപ്പെടുത്തിയപ്പോൾ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എത്ര ഉണ്ടായെന്നറിയോ? പെർ സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂൾസാണ് ഉണ്ടായത്. മറ്റെവിടെ എന്തായാലും 1 മണിക്കൂറിൽ വെറും 200 മോളിക്യൂൾസ്. എപ്പോൾ? എൻസൈം ഇല്ലാത്ത അവസ്ഥയിൽ. കാർബോണിക് അൻഹൈഡ്രേസ് കാറ്റലിസ്റ്റായി ഉപയോഗിച്ചപ്പോൾ 1 സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ 10 മില്യൺ ടൈംസ് ഫാസ്റ്ററായി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ 1000കണക്കിനുള്ള എൻസൈംസ് ആണ് നമ്മുടെ കോശങ്ങളിൽ ഉള്ളത്. എ മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻ in which each of the step is catalyzed by the same enzyme, complex or different enzymes, is called a metabolic pathway. അപ്പോൾ മെറ്റബോളിക് പാത്വേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വഴി, ആ ഫ്ലോ ഓഫ് എനർജി, ദാറ്റ് ഈസ് ഒരു റിയാക്ഷൻ നടക്കുന്ന ആ പാത, അതാണ് മെറ്റബോളിക് പാത്വേ. അപ്പോൾ ഈ മെറ്റബോളിക് പാത്വേയിൽ അതൊരു മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷനാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഒറ്റയടിക്ക് പ്രോഡക്റ്റ് ഉണ്ടാവില്ല അല്ലേ. കുറേ ആ കോമ്പൗണ്ടിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാണ് അവസാനം ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പിലും എൻസൈം കാറ്റലൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരേ എൻസൈം ഒന്നിൽ കൂടുതൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്പ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ദ സെയിം എൻസൈം, may be complex or different enzymes, is called metabolic pathway. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്ലൈക്കോളിസിസ്. നമ്മളിതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്ലൈക്കോളിസിസ് ഒരു മെറ്റബോളിക് പാത്വേ ആണ്. 10 സ്റ്റെപ്സ് ഉണ്ട്. ലാസ്റ്റ് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നു, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? പൈറുവിക് ആസിഡായി മാറുന്നു. 10 സ്റ്റെപ്സ് ഉണ്ട്, 10 എൻസൈം കാറ്റലൈസ്ഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ബോട്ടണിയിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഗ്ലൂക്കോസ് ബൈ ഗ്ലൈക്കോളിസിസ് ഗീവ്സ് 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് ഓക്സിജൻ ഗീവ്സ് 2 C3H4O3. പൈറുവിക് ആസിഡിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ് പ്ലസ് വാട്ടർ, 2 molecules of water. The same pathway results in different products in different conditions. അപ്പോൾ കണ്ടീഷൻസ് അനുസരിച്ച് പ്രോഡക്റ്റ് മാറാം. കണ്ടീഷൻസ് എന്താ ഉദ്ദേശിച്ച് മനസ്സിലായത്? ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ, ദാറ്റ് ഇസ് pH, ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ സബ്സ്ട്രേറ്റിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ പല കണ്ടീഷൻസിലും പ്രോഡക്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സെയിം പാത്വേയിലൂടെ ആയിരിക്കും ഫോളോ ചെയ്യുക.
ഓക്കെ, ഫോർ എക്സാമ്പിൾ സാധാരണഗതിയിൽ ഗ്ലൈക്കോളിസിസ് വഴി ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറും. പക്ഷേ സ്കെലട്ടൽ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് മസിൽസ് ആണ് അല്ലേ. ഈ സ്കെലട്ടൽ മസിലിൽ ഗ്ലൂക്കോസ് എന്ത് സംഭവിക്കും അറിയോ? ഓക്സിജൻ, നമ്മൾ കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ഗ്ലൂക്കോസ് എന്തായി മാറും? ലാക്റ്റിക് ആസിഡായി മാറുന്നു. അപ്പോഴാണ് നമുക്ക് കൈയും കാലും വേഗം കടച്ചിൽ, വേദന അനുഭവപ്പെടുക, നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് തോന്നും. ഓക്കെ, ഇനി അടുത്തത് ഈസ്റ്റ്. ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ glucose is converted to ethanol alcohol. അപ്പോൾ സെയിം പാത്വേ ആണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ഹിയർ ഓൾസോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈസ്റ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനെ പറയുന്നതാണ് ഫെർമെൻറ്റേഷൻ, പൂളിപ്പിക്കുക. ഈ സമയത്ത് ഗ്ലൂക്കോസിനെ എന്തായി മാറ്റുന്നു? എഥനോൾ, ആൽക്കഹോളാക്കി മാറ്റുന്നു. അപ്പോൾ കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് നാളെ എടുക്കാം. താങ്ക് യു.